മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള 4 പ്രധാനപ്പെട്ട ദിക്റുകളാണ്, അതോടൊപ്പം തന്നെ ദുആകളുമാണ്. ആ 4 ദിക്റുകളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറയാൻ പോകുന്നത്. വീട്ടിൽ നിന്നും ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിനെ യാത്രയാക്കുന്ന ഭാര്യ ഒരു ദിക്ർ പറഞ്ഞാൽ, ഒരു ദുആ പറഞ്ഞാൽ, പോയ കാര്യം എന്താണോ അത് ഖൈറായി കിട്ടാൻ, അയാൾ പോയി തിരിച്ചു വരുന്നത് വരെ ഈ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം, കാവലുണ്ടാവാൻ, അപകടങ്ങൾ ഉണ്ടാവില്ല. ഇന്ന് അപകടങ്ങൾ കൂടുകയാണ്, റോഡ് മരണങ്ങൾ കൂടുന്നു, ആക്സിഡന്റുകൾ കൂടുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അപകട മരണം ഉണ്ടാവാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്ർ. ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? റിസ്ക്കിൽ അല്ലാഹു വിശാലത കൊടുക്കുന്നതാണ്. ഭക്ഷണം, അതുപോലെ വെള്ളം, വസ്ത്രം, വീട്, മക്കൾ, വാഹനം, കച്ചവട സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ അല്ലാഹു തആല ഖൈർ കൊടുക്കും. എന്താണോ ഖൈർ അത് കൊടുക്കുന്നതാണ്. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനും, ദീർഘായുസ് കിട്ടാനും, കണ്ണേറ്, അസൂയ, സിഹറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും, അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനും, ദുർമരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാനും ഈ ഒരു ദുആ നമുക്ക് പറ്റും. ഏതാണ് ആ ദുആ? പഠിച്ചോ. സാധാരണ ആളുകൾ ഇത് കേൾക്കുമ്പോൾ പറയും, ഉസ്താദ് ഞങ്ങളൊക്കെ ദിക്റും സ്വലാത്തൊക്കെ എന്നും കേൾക്കാറുണ്ട്, ഞങ്ങൾ ചൊല്ലാറുണ്ട്. പക്ഷേ ഇനി പറയാൻ പോകുന്ന ഈ 4 ദിക്ർ നിങ്ങൾ ആരും ഒരു പക്ഷേ ചൊല്ലിയിട്ടുണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത് അറിയാമായിരിക്കാം, പക്ഷെ പലപ്പോഴും ഇത് ചൊല്ലാറില്ല. നമ്മൾ ചൊല്ലേണ്ട, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കേണ്ട, ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഹദീസുകളിൽ വന്ന 4 പുണ്യമായ ദിക്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അത് എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്, അത് ഏത് സാഹചര്യത്തിലാണ് പറയേണ്ടത് എന്നുകൂടി ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമുക്കൊന്ന് കേട്ടാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും അള്ളാഹു നമ്മളിലും, നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ വീട്ടിലും, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും, നമ്മുടെ വാഹനങ്ങളിലും, നമ്മുടെ മക്കളിലും അള്ളാഹു നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് 4 ദിക്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 4 ദിക്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 സന്ദർഭങ്ങളിൽ പറയേണ്ട ദിക്റുകളാണ്. ഉസ്താദേ, ഞങ്ങൾ ദിക്റുകൾ ഇപ്പോൾ ഈ ചാനലിൽ തന്നെ എല്ലാ ദിവസവും മഗ്‌രിബിക്ക് ശേഷം ഞങ്ങൾ പറയാറുണ്ട്, നമ്മൾ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്. ആ ദിക്റുകൾ തന്നെയല്ല ഇവിടെയും പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ആ ദിക്റുകളല്ല. ഇത് പലപ്പോഴും ഒരു പക്ഷേ എൻ്റെ ഉമ്മമാർ കേട്ടിട്ടില്ലാത്ത ദിക്റുകളാവാം, അല്ലെങ്കിൽ കേട്ട് നമുക്ക് പരിചയമുണ്ടായിട്ട് നമ്മൾ പലപ്പോഴും പറയാത്ത ദിക്റുകളാവാം. വളരെയധികം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വളരെയധികം പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. ആദ്യമായി പറയുന്ന ഒരു ദിക്ർ, ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിനെ യാത്രയാക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന മകനെ യാത്രയാക്കുന്ന ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു ദിക്ർ നമ്മൾ പറഞ്ഞാൽ, ഒരു ദുആ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ നേട്ടം, അള്ളാഹുവിൻ്റെ കാവൽ ഈ ദുആ പറഞ്ഞ ആൾക്കും കിട്ടും. ആർക്ക് വേണ്ടിയാണോ പറഞ്ഞത്, ഇപ്പോൾ ഉമ്മ ദുആരക്കുന്നു മകൻ പുറത്തേക്ക് പോകുമ്പോൾ, മകൻ ജോലിക്ക് പോകുമ്പോൾ, എങ്കിൽ ആ ഉമ്മാക്കും ആ മകനിക്കും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അപകടങ്ങൾ ഉണ്ടാവില്ല. ഇന്ന് അപകടങ്ങൾ കൂടുകയാണ്, റോഡ് മരണങ്ങൾ കൂടുന്നു, ആക്സിഡന്റുകൾ കൂടുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അപകട മരണം ഉണ്ടാവാതിരിക്കാൻ, പോയ കാര്യം എന്താണോ അത് ഖൈറായി കിട്ടാൻ, അയാൾ പോയി തിരിച്ചു വരുന്നത് വരെ ഈ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം, കാവലുണ്ടാവാൻ,
യാത്രയുടേതായ ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്, ഒരു ദിക്റാണ് ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് വല്ലാത്ത ദുആയാണല്ലോ, കട്ടിയുള്ള വാക്കുകളാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. വളരെ എളുപ്പമാണ്. 1-2 ദിവസമൊക്കെ നമുക്കൊരു വിഷമമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസമായിട്ടോ ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷെ അത് തോന്നലാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ വേഗത്തിൽ നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റിയ എളുപ്പമുള്ള ഒരു ദുആയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ സമയത്താണ് പറയേണ്ടതെന്നും പറഞ്ഞു, എന്താണ് ഈ ദുആ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടമെന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. ആ ദുആ ഇതാണ്: അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമി അമലിക. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമി അമലിക. 2 വരിയേ ഉള്ളൂ. അസ്തൗദിഉല്ലാഹ ദീനക, അല്ലാഹു നിങ്ങളുടെ ദീനിനെ സംരക്ഷിക്കട്ടെ. വ അമാനതക വ ഖവാതീമി അമലിക, നിങ്ങളുടെ കുടുംബത്തെ അല്ലാഹു സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതാണ് ആ ദുആന്റെ ഏകദേശ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ദുആ മറക്കരുതേ. വീട്ടിലുള്ള ഉമ്മമാര്, വീട്ടിലുള്ള സ്ത്രീകൾ, വീട്ടിലുള്ള സഹോദരിമാര്, വീട്ടിലുള്ള സഹോദരങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ദുആയാണ്. ദുആഉ തൗദീ എന്നാണ് ഈ ദുആയിനെ പറ്റി പറയുന്നത്. തൗദീഇന്റെ ദുആയാണ്. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമി അമലിക. 3 വാക്കാണ്, 3 വാചകമേ ഉള്ളൂ, 3 വാക്ക്. അല്ലാഹുവിൽ സമർപ്പിക്കുന്ന ഒരു ദുആയാണ്. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമി അമലിക. 3 വാക്കുകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറന്നു പോകരുതേ. നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? ഒരു പ്രാവശ്യം പറഞ്ഞേ. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമി അമലിക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്ർ. ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത കൊടുക്കുന്നതാൻ, റിസ്ക്കിൽ അല്ലാഹു വിശാലത കൊടുക്കുന്നതാൻ. ഭക്ഷണം, അതുപോലെ വെള്ളം, വസ്ത്രം, വീട്, മക്കൾ, വാഹനം, കച്ചവട സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ അല്ലാഹു തആല ഖൈർ കൊടുക്കും. എന്താണോ ഖൈർ അത് കൊടുക്കുന്നതാണ്. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഇതൊരു തസ്ബീഹുമാണ്. സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനും ദീർഘായുസ് കിട്ടാനും കണ്ണേറ്, അസൂയ, സിഹറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാനും ദുർമരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാനും ഈ ഒരു ദുആ നമുക്ക് പറ്റും. ഏതാണ് ആ ദുആ? പഠിച്ചോ. സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വമുന്തഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനതൽ അർശ്. 4 കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വമുന്തഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനതൽ അർശ്. വളരെയധികം എളുപ്പമുള്ള, പ്രാസം ഒപ്പിച്ച് നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ്. മീസാൻ നിറച്ചും അല്ലാഹുവേ ഞാൻ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഇൽമിന്റെ അറ്റത്തോളം വിശാലമായ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അർശിന്റെ റബ്ബിന്റെ തൃപ്തിയുടെ ആ അളവിനനുസരിച്ച് ഞാൻ അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഒന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വമുന്തഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനതൽ അർശ്. ഒന്നുകൂടി. സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വമുന്തഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനതൽ അർശ്. രണ്ടാമത്തെ ദുആ പഠിച്ചില്ലേ? ഇതൊരു തസ്ബീഹാണ്, ദുആയാണ്, തസ്ബീഹാണ്, ദിക്റാണ്. ഏത് ഗണത്തിലും പെടുത്താം. തസ്ബീഹാണിത്. സുബ്ഹാനല്ലാഹ് എന്ന ആ ഒരു വാചകം വന്നതുകൊണ്ട് ഇതൊരു തസ്ബീഹാണ്. ഇനി അടുത്തതായി കേട്ടോ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരാൾ എന്താ പറയുക? ഭക്ഷണം കഴിക്കുന്ന മുമ്പ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറഞ്ഞ് നമ്മൾ കഴിക്കും അല്ലേ? വലത് കൈ കൊണ്ട് കഴിക്കുന്നു, കൈ കഴുകുക, അത് സുന്നത്താണ്. പിന്നെ തൊട്ടടുത്ത് നിന്നുള്ള ഭാഗത്ത് നിന്ന് കഴിക്കുക, പാത്രം വടിച്ച് കഴിക്കുക, അതൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുന്നത്താണ്. കഴിച്ച് കഴിഞ്ഞ് അൽഹംദുലില്ലാ പറയുക, അതും സുന്നത്താണ്. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഒരു സുന്നത്തുണ്ട്, നമുക്ക് വളരെയധികം പ്രതിഫലം അല്ലാഹു തആല വാരിക്കോരി തരുന്നതാണ്. ഒരു മനുഷ്യൻ
മൻ അക്കല തുആമൻ, ഒരാൾ ഭക്ഷണം കഴിച്ചു, എന്നിട്ടോ ഖാല, അവൻ പറയുകയാണ് എന്ത്? ഒരു ദുആ പറഞ്ഞു. എന്താണ് ദുആ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ ഒരു ദുആ പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, അല്ലാഹു തആല അവനിക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. അവൻ്റെ ആയുസ്സിൽ ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടും. വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് വരെ പാപങ്ങൾ പൊറുക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മൂന്നാമതായി ഏതാണത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പറയുകയാണ് നല്ല മനസ്സാന്നിധ്യത്തോടെ. എന്ത് പറയുന്നു? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. സർവസ്തുതിയും സർവരോഗരക്ഷിതാവായ റബ്ബേ നിനക്കാകുന്നു. ഞാൻ ഈ കഴിച്ച ഭക്ഷണം, എനിക്ക് നീ തന്ന ഭക്ഷണം, അത് നീ തന്നതാണ്. എൻ്റെ കഴിവല്ല, എൻ്റെ കൂവത്തല്ല, എൻ്റെ ശക്തിയല്ല, ഇതെല്ലാം നീ തന്നതാണ് എന്നാണ് ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇനി നാലാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മുത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ത്? ഒരു മനുഷ്യൻ അവൻ ആകാശഭൂമികൾക്കിടയിലെ ഏതെങ്കിലും ഒരു അപകടത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ അപകടത്തിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ, ആ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷ കിട്ടാൻ, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ കിട്ടാൻ, ആ പ്രയാസത്തിൽ നിന്നും കരകയറാൻ അവനിക്കൊരു ദിക്റ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ ദിക്റ്? നമ്മളൊക്കെ ഹദ്ദാദ് റാത്തീബിൽ ഓതുന്ന ദിക്റാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആകാശഭൂമികളിലും അതിൻ്റെ ഇടയിലുമുള്ള എല്ലാ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ഒരു ദിക്റ് പതിവാക്കണം. ഈ ഒരു ദിക്ർ ഒരു മനുഷ്യൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നല്ല മനസാന്നിധ്യത്തോടു കൂടി 3 പ്രാവശ്യം പറഞ്ഞാൽ വൈകുന്നേരം വരെ അപകടങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റ് അതിനെ തൊട്ടെല്ലാം അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും. ഇനി ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു താല ഈ ഒരു അപകടം അവനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിക്ർ പറയാൻ അവൻ മറന്നു പോകും എന്നും വരെ മഹത്തുക്കൾ ഈ ഒരു ദിക്റിന്റെ ശ്രേഷ്ഠതയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരു 3 പ്രാവശ്യം പറഞ്ഞ് ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒന്നുകൂടി, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ലാസ്റ്റ് ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അപ്പം 4 ദിക്റാണ് നമ്മൾ പഠിച്ചത്. ആ 4 ദിക്റും 4 സന്ദർഭങ്ങളിലായി പറയേണ്ടതാണ്. അതല്ലാത്ത ഒരുപാട് ദിക്റുകൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ എത്രയോ ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, അദ്കാറുകളുണ്ട്, ദുആകളുണ്ട്. ഇതൊക്കെ നമ്മൾ നിത്യമായി പറയുക, നിത്യമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അസ്മാഉൽ ഹുസ്ന, അത് പുണ്യമായ പേരുകൾ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ദുആ എന്നാൽ അവൻ്റെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം പോലും നമ്മൾ ദിക്ർ മുടക്കുന്ന, ദുആ മുടക്കുന്ന ആളായി മാറാൻ പാടില്ല. മൻ ലൈസ ലഹു വിറുദുൻ ഫഹുവ കിർദുൻ എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് നിത്യമായി ചൊല്ലുന്ന ഒരു ദിക്ർ ഇല്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ്. നമ്മൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാറില്ലേ? ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? അവൻ ഒരു ഹജ്ജ് ചെയ്തത് പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു അവനക്ക് കൊടുക്കുമെന്നാണ്. ഹാജ് ഒരു ഹാജിയെ പോലെയാണെന്നാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞാൽ മതി, 33 പ്രാവശ്യം വീതം. എത്രയോ ആ പ്രതിഫലങ്ങൾ. നമുക്ക് വേഗത്തിൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്നൊരു അമലാണ്, വലിയ ഭാരമില്ലാത്തൊരു അമലാണ് ദിക്റുകൾ പറയുക. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുർ. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദിക്ർ പറയുക, നിങ്ങൾ എന്നെ ദിക്ർ ചെയ്ത് ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അള്ളാഹ് നമ്മളെ ഓർത്താൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ, നമ്മളെ എല്ലാ കാര്യവും സലാമത്താകും. എൻ്റെ മുഅ്മിനീങ്ങളോട്, എൻ്റെ ഉമ്മമാരോട്, ഉപ്പമാരോട് പറയാനുള്ളത്, ഒരു ദിവസം പോലും ദിക്ർ പറയാത്തതായിട്ടുണ്ടാവാൻ പാടില്ല.
ഒരു മനുഷ്യൻ അല്ലാഹു തആല ദുനിയാവിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വലിസാനൻ ദാഖിറ, ദിക്ർ പറയുന്ന ഒരു നാവ് അല്ലാഹു തആല കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്ന, സ്വഹാബിമാർ പറഞ്ഞിരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. ആ പേര് തന്നെ തുടച്ചു നീക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി സലാമത്ത് തരുമാറാവട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش الكريم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله
ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദുആരക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദുആരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദുആരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല, ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദുആരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ, എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അവരും ഇത് കേൾക്കട്ടെ, അവരും ഇത് പഠിക്കട്ടെ, അവരും ഇത് പ്രാവർത്തികമാക്കട്ടെ. ആ സമയത്ത് നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആരക്കുക. ഈ പറയപ്പെട്ട ദിക്റുകൾ, ദുആകൾ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.